നമ്മുടെ രാജ്യത്ത് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള ഉൽപ്പന്നങ്ങളിൽ ഹലാൽ സർട്ടിഫിക്കറ്റുകൾ പതിക്കുകയും ഹലാൽ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുകയും ചെയ്യുന്നുണ്ട്. അതിനെതിരെ വലിയ പ്രതിഷേധങ്ങളും മറ്റും ഉയരുന്നതിനിടയിലാണ് ഇപ്പോൾ ഹലാലിന് ബദലായിക്കൊണ്ട് മൽഹാർ എന്ന സർട്ടിഫിക്കറ്റുമായി മഹാരാഷ്ട്ര സർക്കാർ രംഗത്തെത്തിയിരിക്കുന്നത്. മഹാരാഷ്ട്ര ഫിഷറീസ് മന്ത്രി നിതീഷ് റാണയാണ് ഇത്തരം സർട്ടിഫിക്കറ്റുകൾ ഇപ്പോൾ വിതരണം ചെയ്യുന്നത്. ജട്ക ഇറച്ചിക്കടകൾ നേരത്തെ തന്നെ മഹാരാഷ്ട്രയിൽ ഉണ്ടായിരുന്നു. അതായത് ഹലാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയായ ഇസ്ലാമിക നിയമം അനുസരിച്ച് മൃഗങ്ങളെ കൊന്ന് എടുക്കുന്ന മാംസം, അത്തരം മാംസങ്ങൾ വിൽക്കുന്നതിനാണ് ഹലാൽ മാംസം എന്ന് പറയുന്നത്. ഇതിന് നേരെ വിപരീതമായിട്ട്, അതായത് ഇത്രയും മതപരമായ ആചാരങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലാതെ മൃഗങ്ങളെ കശാപ്പ് ചെയ്ത് രക്തം വാർന്ന് പോകാതെ തന്നെ അവയെ കച്ചവടത്തിനായി തയ്യാറാക്കുന്ന രീതിയാണ് ജട്ക എന്ന് പറയുന്നത്. അതുതന്നെയാണ് ഇപ്പോൾ മൽഹാർ എന്ന് പറയുന്ന ഒരു സർട്ടിഫിക്കറ്റോടുകൂടി, ഹലാൽ സർട്ടിഫിക്കറ്റിന് പകരം മൽഹാർ സർട്ടിഫിക്കറ്റാണ്. ഈ സർട്ടിഫിക്കറ്റ് ലഭിക്കാനായി മൽഹാർ സർട്ടിഫിക്കേഷൻ.com എന്നൊരു പ്ലാറ്റ്ഫോം കൂടി സർക്കാർ തുറന്നു കഴിഞ്ഞിരിക്കുന്നു. നിലവിൽ ജട്ക രജിസ്റ്റർ ചെയ്ത് കച്ചവടം നടത്തുന്ന ഇറച്ചിക്കടക്കാർക്ക് ഈ മൽഹാർ സർട്ടിഫിക്കറ്റിന് വേണ്ടി അപേക്ഷിക്കാവുന്നതാണ്. മൽഹാർ സർട്ടിഫിക്കറ്റ് കടയുടെ മുൻപിൽ എഴുതി വെച്ച്, അതായത് ഹലാൽ സർട്ടിഫിക്കറ്റ് പ്രദർശിപ്പിക്കുന്നത് പോലെ തന്നെ മൽഹാർ സർട്ടിഫിക്കറ്റ് പ്രദർശിപ്പിക്കാൻ കഴിയും. ഇതിൽ ഒരു ചെറിയ വ്യത്യാസം എന്തെന്ന്, ചെറുതല്ല ഒരു വലിയ വ്യത്യാസം എന്തെന്ന് ചോദിച്ചാൽ, ഹലാൽ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് ചില സ്വകാര്യ സംഘടനകളാണ് എങ്കിൽ മൽഹാർ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് മഹാരാഷ്ട്ര സർക്കാരാണ്. അപ്പോൾ സർക്കാർ ഇത്തരത്തിലാണ് ഇത് ഇറക്കിയിരിക്കുന്നത്. അതായത് ഈ ഹലാലിന് ഇറച്ചികൾ വാങ്ങാൻ താല്പര്യമില്ലാത്തവർക്ക് മൽഹാർ കടകൾ നോക്കി മൽഹാർ ഇറച്ചികളും മറ്റും വാങ്ങാൻ കഴിയുന്ന രീതിയിലാണ് ഇപ്പോൾ ഇത് ഇറച്ചിയിലാണ് തുടങ്ങിയിരിക്കുന്നതെങ്കിലും ഹലാൽ പോലെ കോസ്മെറ്റിക് ഐറ്റം ഉൾപ്പെടെയുള്ളവയിൽ ഈ മൽഹാർ സർട്ടിഫിക്കറ്റ് വരുമോ എന്നുള്ളതാണ്. ഏതായാലും വലിയ റെസ്പോൺസാണ് ഈ ഒരു കാര്യത്തിന് ലഭിച്ചിരിക്കുന്നത്. അനവധി പേരാണ് ഈ മൽഹാർ സർട്ടിഫിക്കേഷൻ.com ബന്ധപ്പെടുന്നത്. ഏതായാലും അത് ആരംഭിച്ച് കഴിഞ്ഞിരിക്കുന്നു. നേരത്തെ തന്നെ ജട്ക ഇറച്ചികളായിരുന്നു നോർത്ത് ഇന്ത്യയിൽ ഇരുന്നത്. ജട്ക ഇറച്ചികൾക്ക് വേണ്ടിയിട്ടുള്ള ഈ ഷോപ്പുകൾ അനവധി ഉണ്ടായിരുന്നു. ഇപ്പോഴതെല്ലാം മൽഹാർ സർട്ടിഫിക്കറ്റിന് കീഴിലേക്ക് മാറുകയാണ്. ആദ്യഘട്ടം മഹാരാഷ്ട്രയിൽ നടപ്പാക്കുന്നത്. ഒരുപക്ഷെ രാജ്യവ്യാപകമായി തന്നെ ഇത് വന്നേക്കാം. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.